പലരും ഇന്നും വിചാരിക്കുന്നത് 1 കോടിയുടെ ടേം ഇൻഷുറൻസ് എടുത്താൽ ലൈഫ് സെറ്റാണെന്നാണ്. സത്യം പറഞ്ഞാൽ 10-15 വർഷം മുന്നേ അത് ശരിയായിരുന്നു. പക്ഷേ ഇന്നത്തെ സാഹചര്യം കുറച്ച് ഡിഫറെൻ്റ് ആണ്. ഇന്നും 1 കോടി ശരിക്കും വലിയൊരു എമൗണ്ട് തന്നെയാണ്. കാരണം അത് പല വർക്കിംഗ് ഇന്ത്യൻസിനും ബഡ്ജറ്റ് അധികം സ്ട്രെച്ച് ചെയ്യാതെ തന്നെ എടുക്കാൻ കഴിയുന്ന ആദ്യത്തെ സീരിയസ് പ്രൊട്ടക്ഷൻ ലെയറാണ്. എസ്പെഷ്യലി ഏർലി ഏജിൽ പോളിസി എടുത്താൽ റിലേറ്റീവ്ലി അഫോർഡബിൾ പ്രീമിയത്തിൽ തന്നെ നല്ലൊരു കവറേജ് കിട്ടും. അപ്പോൾ ഫാമിലിക്ക് മീനിങ് ഫൈനാൻഷ്യൽ പ്രൊട്ടക്ഷൻ കിട്ടും എന്നതാണ് ബിഗസ്റ്റ് അഡ്വാൻറ്റേജ്. ഹായ് ഫോക്സ്, ഞാൻ ഡോൺ ജോസഫ്. യു ആർ വാച്ചിങ് ഡിറ്റോ ഇൻഷുറൻസ്. ഡിറ്റോയിൽ ഞങ്ങൾ ഹെൽത്ത് ഇൻഷുറൻസും ടേം ഇൻഷുറൻസ് പ്ലാനും കമ്പയർ ചെയ്യാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഓണസ്റ്റ് ഇൻഷുറൻസ് അഡ്വൈസ് ആണ് ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്നത്. IRDA സർട്ടിഫൈഡ് അഡ്വൈസേഴ്സ് ആണ് നിങ്ങളെ ഗൈഡ് ചെയ്യുന്നത്. ഒരു ഫോർ സെല്ലിങ്ങോ അപ്സെല്ലിങ്ങോ ഇല്ലാതെ തന്നെ നിങ്ങൾ അഡ്വൈസ് എടുക്കുന്നത് മുതൽ ആപ്ലിക്കേഷൻസും ക്ലെയിംസും വരെ നിങ്ങൾക്ക് ഞങ്ങളുടെ അഡ്വൈസേഴ്സിൽ നിന്നും ഫുൾ സപ്പോർട്ടും കിട്ടുന്നതായിരിക്കും. അത് മാത്രമല്ല, നിങ്ങൾക്ക് ആക്ച്വലി എത്ര കവറേജ് വേണമെന്ന് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ഞങ്ങളുടെ അഡ്വൈസേഴ്സിനോട് കണക്ട് ചെയ്യാവുന്നതാണ് ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് വഴി. നൗ ബാക്ക് ടു ദ വീഡിയോ. അപ്പോൾ ആർക്കൊക്കെയാണ് 1 കോടിയുടെ കവർ ശരിക്കും യൂസ്ഫുൾ എന്ന് നോക്കാം. നിങ്ങൾ 35 വയസ്സിൽ താഴെയാണെങ്കിൽ, ഒരു സ്റ്റഡി സാലറി ഉണ്ടെങ്കിൽ, മന്ത്ലി ഹൗസ് ഹോൾഡ് എക്സ്പെൻസസ് ഏകദേശം ഒരു 30,000 മുതൽ 40,000 റേഞ്ചിലാണെങ്കിൽ 1 കോടി ഒരു സ്ട്രോങ് ബേസ് കവറായിട്ട് വർക്ക് ചെയ്യും. സിമ്പിളായിട്ട് പറഞ്ഞാൽ ഒരു 10 മുതൽ 20 വർഷം വരെ നിങ്ങളുടെ ഇൻകം റീപ്ലേസ് ചെയ്യാൻ അത് സഹായിക്കും. അതായത് ഫാമിലിക്ക് റെൻറ്റ് മാനേജ് ചെയ്യാൻ, ബേസിക് EMI ഹാൻഡിൽ ചെയ്യാൻ, ഡെയിലി ലിവിങ് എക്സ്പെൻസസ് കണ്ടിന്യൂ ചെയ്യാൻ, അതായത് ഒരു സഡൻ ഫൈനാൻഷ്യൽ ഷോക്ക് വന്നാൽ കുറച്ച് ബ്രീത്തിങ് സ്പേസ് കിട്ടാൻ ഈ കവർ ഹെൽപ്പ് ചെയ്യും എന്നത് സത്യമാണ്. സെൽഫ് എംപ്ലോയിഡ് ആണെങ്കിലും ഈ 1 കോടി മതി എന്ന് പറയാം. പക്ഷേ ഒരു കണ്ടീഷനുണ്ട്. പേഴ്സണൽ എക്സ്പെൻസസ് മോഡസ്റ്റ് ആയിരിക്കണം. ബിസിനസ് ക്യാഷ് ഫ്ലോ റീസണബിളി സ്റ്റേബിളും ആയിരിക്കണം. നിങ്ങളുടെ ഫാമിലി വലിയൊരു ബിസിനസ് ലയബിലിറ്റിയിലല്ലെങ്കിൽ, അതല്ലെങ്കിൽ ഇറഗുലർ ഇൻകത്തിൽ ഹെവിലി ഡിപ്പെൻഡൻ്റ് അല്ലെങ്കിൽ 1 കോടി ഒരു ഡീസൻറ്റ് പ്രൊട്ടക്ഷൻ ആണെന്ന് പറയാം. പക്ഷേ ബിസിനസ് അൺസർട്ടനിറ്റി കൂടുമ്പോൾ, അതല്ലെങ്കിൽ വലിയ ലോണുകൾ പിക്ചറിലേക്ക് വരുമ്പോൾ ഈ 1 കോടി പലപ്പോഴും തികയാതെ വരും. ഇനി മാരീഡ് ഇൻഡിവിജ്വൽസിന്റെ കാര്യത്തിലും സെയിം ലോജിക്ക് തന്നെയാണ്. എസ്പെഷ്യലി ഡിപ്പെൻഡന്റ് സ്പൗസ് അല്ല, നിങ്ങൾക്ക് വലിയൊരു ഹോം ലോണുകളില്ല, നിങ്ങൾ ലോങ് ടേം ചൈൽഡ് പ്ലാനിങ് തുടങ്ങിയിട്ടില്ലെങ്കിൽ, അങ്ങനെയാണെങ്കിൽ ഈ 1 കോടി ഷോർട്ട് ടേം ഫൈനാൻഷ്യൽ കംഫർട്ട് നൽകും. പക്ഷേ കുട്ടികൾ വരുമ്പോൾ, ഹൗസ് ലോൺ വന്നാൽ, ഫ്യൂച്ചർ എഡ്യൂക്കേഷണൽ എക്സ്പെൻസസ് ഇതിൻ്റെ കൂടെ കൂട്ടിയാൽ മിക്ക ഫാമിലിക്കും ഈ 1 കോടി എന്നുള്ള എമൗണ്ട് തികയാതെ വരും. നിങ്ങൾ 20s ഒരു യങ് പ്രൊഫഷണൽ ആണെങ്കിൽ ഈ 1 കോടി കവർ ശരിക്കും നിങ്ങൾക്ക് നല്ലൊരു വാല്യൂ തരുന്നുണ്ട്. കാരണം ആ ഏജിൽ പ്രീമിയംസ് വളരെ കുറവാണ്, മെഡിക്കൽ ചെക്സും റിലേറ്റീവ്ലി കുറവാണ്. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ഹെൽത്തി ആയിരിക്കുമ്പോൾ തന്നെ ഒരു ലോങ് ടേം പോളിസി ചീപ്പ് റേറ്റിൽ നിങ്ങൾക്ക് ലോക്ക് ചെയ്യാൻ പറ്റും. ഇനി ഈ വീഡിയോയിൽ മുന്നോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ആക്ച്വലി എത്ര കവറേജ് വേണമെന്ന് എസ്റ്റിമേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു കാൽക്കുലേറ്റർ ഞങ്ങൾ ബിൽഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇനി 1 കോടിക്ക് താഴെയുള്ള കവർ മിക്ക ആൾക്കാർക്കും എന്തുകൊണ്ട് തികയാതെ വരുമെന്ന് നോക്കാം. സിമ്പിൾ ആൻസർ പറഞ്ഞാൽ ഇൻഫ്ലേഷൻ. 6% ഇൻഫ്ലേഷൻ അസ്യൂം ചെയ്താൽ ഇന്നത്തെ 1 കോടിക്ക് 15 വർഷം കഴിയുമ്പോൾ 42 ലക്ഷത്തിന്റെ വാല്യൂ മാത്രമേ ഉണ്ടാകത്തുള്ളൂ. ഇനി ഒരു 20 വർഷം കഴിഞ്ഞാൽ അതിന്റെ റിയൽ വാല്യൂ ഏകദേശം 31 ലക്ഷം വരെ ആയിട്ട് കുറയും. അതായത് ഇന്ന് നിങ്ങൾ 50 ലക്ഷം അല്ലെങ്കിൽ ഒരു 70 ലക്ഷം പോലെയുള്ള ഒരു ചെറിയ കവറാണ് എടുത്തതെങ്കിൽ ഒരു 15-20 വർഷം കഴിയുമ്പോൾ അതിന്റെ റിയൽ ഫൈനാൻഷ്യൽ വാല്യൂ വളരെ കുറവായിരിക്കും. ഇനി ഇതേ ഇൻഫ്ലേഷൻ നിങ്ങളുടെ ഫാമിലി എക്സ്പെൻസസിനും അപ്ലൈ ചെയ്യും. നിങ്ങളുടെ ഹൗസ് ഹോൾഡ് എക്സ്പെൻസ് വർഷത്തിൽ ഒരു 8 ലക്ഷം ആണെന്നിരിക്കട്ടെ. 20 വർഷം കഴിയുമ്പോൾ ഇതേ ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യാൻ ഏകദേശം 26 ലക്ഷം രൂപ വരെ നിങ്ങൾക്ക് ഒരു വർഷം വേണ്ടി വരും. സോ പോളിസി പേപ്പറിൽ കവർ ടെക്നിക്കലി ഉണ്ടാവും. പക്ഷേ പോളിസി ടേമിൽ ലേറ്റർ സ്റ്റേജിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ചെറിയ കവറേജ് ആണെങ്കിൽ പലപ്പോഴും റിയൽ ഫൈനാൻഷ്യൽ സെക്യൂരിറ്റി നൽകാൻ തികയാതെ വരും. ഇനിയിപ്പോൾ പ്ലാനുകളിലേക്ക് നോക്കാം. ഡിറ്റോയുടെ റാങ്കിംഗ് ഫ്രെയിംവർക്ക് അനുസരിച്ച് ഇപ്പോൾ 1 കോടി കാറ്റഗറിയിലുള്ള ടോപ്പ് ടേം പ്ലാൻസ് ഇതാണ്. ആക്സിസ് മാക്സ് ലൈഫിന്റെ സ്മാർട്ട് ടേം പ്ലാൻ പ്ലസ്, HDFC ലൈഫിന്റെ ക്ലിക്ക് ടു പ്രൊട്ടക്ട് സുപ്രീം പ്ലസ്, ICICI പ്രൊഡൻഷ്യൽസിന്റെ ഐ പ്രൊട്ടക്ട് സ്മാർട്ട് പ്ലസ്, ബജാജ് ലൈഫിന്റെ ടച്ച് 2 ആൻഡ് ആദിത്യ ബിർള സൺ ലൈഫിന്റെ സൂപ്പർ ടേം പ്ലാൻ. ഈ പ്ലാൻസിന് ഓരോന്നും ഡീറ്റെയിൽഡ് അനാലിസിസ് ചെയ്തിട്ടുള്ള സെപ്പറേറ്റ് വീഡിയോസ് ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഓരോ പ്ലാനിന്റെയും റേറ്റിംഗ്സ്, ഓപ്പറേഷണൽ മെട്രിക്സ് എല്ലാം ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. നിങ്ങൾക്ക് വേണമെങ്കിൽ പോസ് ചെയ്തിട്ട് ഡീറ്റെയിൽസ് എല്ലാം നോക്കാം. ഇനി ഇവിടെ ഇൻട്രസ്റ്റിംഗ് ആയൊരു ഇൻസൈറ്റ് ഉണ്ട്. പ്രീമിയം സം മെഷേർഡ് പോലെ പ്രപ്പോർഷനേറ്റ്ലി അല്ല കൂടുന്നത്. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ 1 കോടിയിൽ നിന്ന് 2 കോടിയിലേക്ക് നിങ്ങളുടെ കവറേജ് പോകുമ്പോൾ പ്രീമിയത്തിൽ 100% കൂടുതലല്ല വരുന്നത്. പലപ്പോഴും അതൊരു 40% മുതൽ 60% വരെ മാത്രമാണ് കൂടുന്നത്. അതായത് ഡബിൾ കവറേജ് കിട്ടാൻ നിങ്ങൾ ഡബിൾ പേയ്മെന്റ് ചെയ്യുന്നില്ല ഇവിടെ. ആക്ച്വലി ഹയർ സം മെഷേർഡ് സർപ്രൈസിംഗ്ലി ഇഫക്റ്റീവ് ആകുന്നത് ഇവിടെയാണ്, എസ്പെഷ്യലി ഏർലി ഏജിൽ പോളിസി എടുക്കുമ്പോൾ.
അത് മാത്രമല്ല ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ ഫാമിലിയുടെ ലോങ് ടേം ഫൈനാൻഷ്യൽ നീഡ്സ് ക്ലിയർലി 1 കോടിക്ക് മുകളിലാണെങ്കിൽ ഇന്ന് ചെറിയൊരു എക്സ്ട്രാ പ്രീമിയം പേ ചെയ്ത് 2 കോടി എടുക്കുന്നത് ഫ്യൂച്ചറിൽ വലിയൊരു ഫൈനാൻഷ്യൽ ഷോർട്ട് ഫോൾ അവോയ്ഡ് ചെയ്യാൻ നിങ്ങളെ ശരിക്കും ഹെൽപ്പ് ചെയ്യും. 1 കോടിയുടെ ടേം പ്ലാൻ ചൂസ് ചെയ്യുമ്പോൾ പ്രീമിയം മാത്രം നോക്കുന്നത് ശരിയല്ല. പ്രീമിയം കുറവാണെന്ന് കണ്ടിട്ട് ഡയറക്റ്റ്ലി ഒരു പോളിസി എടുക്കരുത്. പ്രീമിയത്തിനൊപ്പം ഇൻഷുററിന്റെ റെപ്യൂട്ടേഷനും ഇമ്പോർട്ടൻ്റ് ആണ്. റൈഡേഴ്സ് യൂസ്ഫുൾ ആണോ എന്നും നോക്കണം. പേ ഔട്ട് ഫ്ലെക്സിബിലിറ്റി ഉണ്ടോ എന്നും നോക്കണം. അതുപോലെ തന്നെ ക്ലെയിം സെറ്റിൽമെന്റ് ട്രാക്ക് റെക്കോർഡ്, എമൗണ്ട് സെറ്റിൽമെന്റ് റേഷ്യോ, കംപ്ലൈന്റ് വോളിയം, സോൾവൻസി റേഷ്യോ, പോളിസി വേർഡിങ്സ് ഇതൊക്കെ കൂടി തീർച്ചയായിട്ടും നിങ്ങൾ കൺസിഡർ ചെയ്യണം. കാരണം അൾട്ടിമേറ്റ്ലി ഇൻഷുറേഴ്സിനെ ഡീൽ ചെയ്യേണ്ടത് നിങ്ങളായിരിക്കില്ല, നിങ്ങളുടെ നോമിനിയാണ്. സോ ഒരു വർഷത്തിൽ കുറച്ച് രൂപ സേവ് ചെയ്യാൻ വേണ്ടി മാത്രം വീക്ക് സ്ട്രക്ചറുള്ള ഒരു പോളിസി എടുക്കുന്നത് പലപ്പോഴും വെർത്തല്ല, എസ്പെഷ്യലി ക്ലെയിംസ് എക്സ്പീരിയൻസ് ക്ലിയർ അല്ലെങ്കിൽ. വേറൊരു ഇമ്പോർട്ടൻ്റ് കാര്യം ഇവിടെ നോക്കാനുള്ളത് നിങ്ങളുടെ പോളിസി അറ്റ്ലീസ്റ്റ് ഒരു 60 മുതൽ 65 വയസ്സ് വരെ കവറേജ് നൽകുന്നുണ്ടോ എന്നും ചെക്ക് ചെയ്യണം. ഇനി പേ ഔട്ട് മോഡും വളരെയധികം ചിന്തിച്ച് വേണം തിരഞ്ഞെടുക്കാൻ. നിങ്ങളുടെ ഫാമിലിക്ക് ഒരു ലംസം പൈസ വേണോ, അതായത് ഒറ്റയടിക്ക് പൈസ വേണോ, അതേ ഒരു മന്ത്ലി ഇൻകം ആയിട്ട് വേണോ, അതല്ല ഇതിൻ്റെ രണ്ടിനും ഒരു കോമ്പിനേഷൻ ആണോ ബെറ്റർ, അത് നിങ്ങളുടെ ഫാമിലി സിറ്റുവേഷൻ അനുസരിച്ച് വേണം ഡിസൈഡ് ചെയ്യാൻ. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി നിങ്ങളുടെ എല്ലാ ഹെൽത്ത് റിലേറ്റഡ് ഇഷ്യൂസും ഇൻഷുറേഴ്സിനോട് ഡിസ്ക്ലോസ് ചെയ്യണം. അതായത് നിങ്ങൾ പുകവലിക്കുന്നുണ്ടോ, ആൽക്കഹോൾ യൂസ്, നിങ്ങൾക്ക് എന്തെങ്കിലും ഇപ്പോൾ ഓൾറെഡി എക്സിസ്റ്റിംഗ് ഇൽനെസ്സസ് ഉണ്ടോ, ഈവൻ ബോർഡർ ലൈൻ മെഡിക്കൽ ഇഷ്യൂസ് വരെ ഡിസ്ക്ലോസ് ചെയ്യണം. ഒന്നും ഹൈഡ് ചെയ്യരുത്. കാരണം ഹെൽത്ത് ഡീറ്റെയിൽസ് ഹൈഡ് ചെയ്യുന്നതാണ് ക്ലെയിം റിജക്റ്റ് ആവാനുള്ള ഏറ്റവും കോമൺ റീസൺ. ചെറിയൊരു പ്രീമിയം കൂടുതൽ എല്ലാ വർഷവും പേ ചെയ്യുന്നതാണ് ഭാവിയിൽ ക്ലെയിം റിജക്റ്റ് ആകുന്നതിനേക്കാൾ എപ്പോഴും നല്ലത്. ഇനി 1 കോടി കവർ നിങ്ങളുടെ സിറ്റുവേഷന് മതിയാകുമോ, അതല്ലെങ്കിൽ ഈ പ്ലാൻസിൽ ഏതാണ് നിങ്ങളുടെ പ്രൊഫൈലിന് ബെസ്റ്റ് എന്ന് മനസ്സിലാക്കാൻ ഹെൽപ്പ് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് വഴി ഒരു IRDA അഡ്വൈസേഴ്സിനോട് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഒരു കോൾ ബുക്ക് ചെയ്യാം. സ്പാം ഇല്ല, ഫോഴ്സ്ഫുൾ സെല്ലിങ്ങും ഇല്ല. പ്രോപ്പറായിട്ട് കമ്പയർ ചെയ്യാൻ ഞങ്ങളുടെ അഡ്വൈസേഴ്സ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. കാരണം ഫാമിലിയുടെ ഫ്യൂച്ചറിനെ ബാധിക്കുന്ന ഇങ്ങനത്തെ ഡിസിഷൻസ് ഗസ് വർക്ക് ചെയ്തല്ല തിരഞ്ഞെടുക്കേണ്ടത്. സോ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ഹാപ്പി ഇൻഷുറൻസ് ഹണ്ടിങ്.